കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട്? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട്? കേൾക്കാൻ പറ്റുന്നില്ലേ? വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് the living conditions of Maggie and her mother? Of Maggie and her mother. Of Maggie and her mother. എഴുതിയോ? ഇപ്പോൾ ഒരാൾ എൻ്റർ ആയിട്ടുണ്ടല്ലോ. ഫാത്തിമത്ത് സനയാണോ എൻ്റർ ചെയ്ത്? അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് പറയൂ, അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫാത്തിമത്ത് സനയാണോ എൻ്റർ ചെയ്ത്? ഹലോ ഹലോ, അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഹാജർ പറഞ്ഞ സാറിനോട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമുക്ക് ലിവിങ് കണ്ടീഷൻസിനെ കുറിച്ച് മനസ്സിലാകുന്നത് എന്നാണ്. എന്താണ് നമുക്ക് ലിവിങ് കണ്ടീഷൻസിനെ കുറിച്ച് മനസ്സിലാകുന്നത്? മാഗിയുടെ ലിവിങ് കണ്ടീഷൻസിനെ കുറിച്ച് മനസ്സിലാകുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. പ്രിയ വിദ്യാർത്ഥികൾ റേഞ്ച് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൂഗിൾ മീറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ആവർത്തിക്കാം. What do you understand about the living conditions of Maggie and her mother? ശ്രദ്ധിച്ചോ? ഹലോ ശ്രദ്ധിച്ചോ? ഓക്കെ. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? മാഗിയുടെയും അമ്മയുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് മനസ്സിലായി അവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. ഒരുപാട് കഷ്ടക്ലേശങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് അത് എഴുതി വയ്ക്കാം. ഹലോ, ഓക്കെ, നമുക്ക് ഉത്തരം എഴുതി വയ്ക്കാം. The living conditions of Maggie and her mother were very low. എഴുതിയോ? ഓക്കെ, അടുത്ത വരിയായിട്ട് എഴുതിക്കോളൂ. They lived in a small house in the Lambeth area were, Lambeth എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. Lambeth area were, എന്തോ? ഫാത്തിമത്ത് സനയാണോ സംസാരിക്കണേ? അത് റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അറ്റൻഡൻസ് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ആരെങ്കിലും പുതിയതായിട്ട് എൻ്റർ ചെയ്തവരുണ്ടോ? ഹലോ, ഓക്കെ. ഫാത്തിമത്ത് സന അറ്റൻഡൻസ്, മുഹമ്മദ് അനസ് എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു മിനിറ്റ് എഴുതട്ടെ. മുഹമ്മദ് അനസ് ഏതില്ല? OFE ആണോ? ഒരു മിനിറ്റ്. കേട്ടോ. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫാത്തിമത്ത് സന പ്രസൻ്റ് ആണല്ലോ അല്ലേ? ഹലോ, ഓക്കെ. മുഹമ്മദ് അനസ് പ്രസൻ്റ് അല്ലേ? ഹലോ, അനസ് പ്രസൻ്റ് അല്ലേ? ഞാൻ അറ്റൻഡൻസ് എഴുതി. ഹലോ, മുഹമ്മദ് അനസ് ഹാജർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ
നമുക്ക് എഴുതാം. ലാംബത്ത് ഏരിയ വരെ അല്ലേ എഴുതി നിർത്തിയത്? ലാംബത്ത് ഏരിയ വരെ അല്ലേ എഴുതി നിർത്തിയത്? ലാംബത്ത് ഏരിയ were financially low. ലാംബത്ത് ഏരിയ were financially low people lived. Financially low people lived. ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് എഴുതാം. ആ സെൻറ്റൻസ് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം കേട്ടോ. ദേ ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് ഇൻ ദ ലാംബത്ത് ഏരിയ വേർ ഫൈനാൻഷ്യലി ലോ പീപ്പിൾ ലിവ്ഡ്. എഴുതിയോ? ഓക്കെ, അടുത്ത വരി നമുക്ക് എഴുതാം. ഹിയർ ദ സ്ട്രീറ്റ്സ് ആർ above the ground. Here the streets are above the ground. Here the streets are above the ground. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. Kitchens are often below street level. Kitchens are often below street level. എഴുതിയോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ലാംബത്ത് ഏരിയയിലാണ് അവർ താമസിച്ചത്. അവരുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തെരുവുകൾ ഗ്രൗണ്ട് ഏരിയയേക്കാൾ മുകളിലായിരുന്നു. അതേപോലെ തന്നെ കിച്ചനുകൾ സ്ട്രീറ്റിന് താഴെയായിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ വളരെ ലോ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് അത്ര ആഡംബരം ഇല്ലാത്ത വളരെ ദാരിദ്ര്യം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള സ്ഥലത്താണ് അവർ താമസിച്ചതെന്നാണ് പറയുന്നത്. ഇനി അടുത്ത വരി നമുക്ക് എഴുതാം. They had very cheap furniture. They had very cheap furniture and that too was very little. And that too was very little. എഴുതിയോ? ഓക്കെ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ ചീപ്പായിട്ടുള്ള വില കുറഞ്ഞ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ സെറ്റി, അങ്ങനത്തെ കസേര, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, ടേബിൾ, ഇതൊക്കെ ആണ് ഫർണിച്ചറിൽ പെടുക കേട്ടോ. അപ്പോൾ വില കുറഞ്ഞ ഫർണിച്ചറാണ് അവർക്ക് ഉണ്ടായിരുന്നതെന്ന്. ശ്രദ്ധിച്ചോ? അപ്പോൾ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിലെ. പിന്നെ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു വാക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഫർണിച്ചർ എന്ന് പറയുന്ന വാക്കിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? എന്താ പ്രത്യേകത എന്നറിയോ? ഫർണിച്ചറിൻ്റെ പ്ലൂറൽ എന്താണ്? ഫർണിച്ചർ തന്നെയാണ്. ഫർണിച്ചറിൻ്റെ പ്ലൂറൽ ഫർണിച്ചർ, ഒന്നിൽ കൂടുതൽ ഫർണിച്ചേഴ്സ് ഉണ്ടെങ്കിലും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും ഫർണിച്ചറിൻ്റെ പ്ലൂറൽ എന്താണ്? ഫർണിച്ചർ തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോൾ ഫർണിച്ചറിനെ ബേസ് ചെയ്ത് സാറൊരു ചെറിയ തമാശ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നലെ സാറ് ഗ്രോസറി ഷോപ്പ് പോയിട്ട് മടങ്ങണ വഴിക്ക് ഒരു ഫർണിച്ചർ കട കണ്ടു കേട്ടാ. ഫർണിച്ചർ കടയെ കണ്ടു. കേൾക്കണ്ടോ നിങ്ങള്? അപ്പോൾ ഫർണിച്ചർ കട കണ്ടപ്പോൾ സാറ് ബൈക്കുമ്പോൾ പോരുകയാണ്. അപ്പോൾ ഫർണിച്ചർ കട അവിടെ ഉണ്ട്. അപ്പോൾ സാറ് അങ്ങോട്ട് നേരെ പോകുന്നു. കട കഴിഞ്ഞിട്ട് കുറച്ച് നേരെ ബൈക്ക് ഓടിച്ചു. ശ്രദ്ധിച്ചാ? അപ്പോൾ പിന്നെ സാറിന് തോന്നി സാറിൻ്റെ വീട്ടിൽ ഫർണിച്ചർ കുറച്ച് കുറവാണ്, ഒരു ഫർണിച്ചർ വാങ്ങിയാലോ, ഇരിക്കാനുള്ളൊരു സോഫ പോലത്തതിന് എത്ര വില എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിലായ? അപ്പം സാറ് ബൈക്ക് തിരിച്ചിട്ട് ഫർണിച്ചർ കടയിലേക്ക് എത്തിയിട്ട് വില ചോദിച്ചു ഓരോന്നിൻ്റെ. ഹലോ. അപ്പോൾ ഇരിക്കാനുള്ള സോഫ സെറ്റി, അതേപോലെ തന്നെ ദിവാഞ്ചി, അതുപോലെ തന്നെ ബെഞ്ച്, സിറ്റ് ഔട്ടിലിരിക്കാനുള്ള ടൈപ്പ് ബെഞ്ച്, പാർക്ക് ബെഞ്ച് പോലത്തേത് സാറ് വില ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഭയങ്കര വില, തീ പിടിച്ച വില. മനസ്സിലായോ? ശ്രദ്ധിച്ചോ?
സാറ് വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും വാങ്ങാം, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങാം എന്ന് വിചാരിച്ചു. സാറ് അവിടുന്ന് ശരി എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞ് മടങ്ങി. അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ എന്ന് പറയുന്ന സംഭവത്തിന് ഭയങ്കര വില ഉണ്ട് എന്നാണ് സാറിന് മനസ്സിലായത്. ഈ ഫർണിച്ചർ തന്നെ പല ടൈപ്പ് ഉണ്ട്. വീട്ടി കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, തേക്ക് കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, മഹാഗണി കൊണ്ട് ഉണ്ടാക്കിയതുണ്ട്, പിന്നെ സ്റ്റീൽ ഫർണിച്ചറുകളുണ്ട്, പിന്നെ സ്റ്റീലും അതുപോലെ തന്നെ നമ്മുടെ മരം ഉപയോഗിച്ച് ഹൈബ്രിഡ് മോഡൽ ഫർണിച്ചറുണ്ട്, പിന്നെ വെറും കുഷീനും മാത്രം സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫർണിച്ചറുണ്ട്. അതിൽ സ്പോഞ്ച് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫർണിച്ചറിനൊന്നും വില ഭയങ്കര കുറവാണ്. ആ സമയം മരം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് മഹാഗണി, വീട്ടി, തേക്കൊക്കെ, വീട്ടിയാണ് ഏറ്റവും ടോപ്പ്, പിന്നെ തേക്ക്, പിന്നെ മഹാഗണി, അങ്ങനെ ഫർണിച്ചറിൻ്റെ വില വരുന്നത്. മനസ്സിലായോ? അപ്പോൾ വീട്ടി ഭയങ്കര വില കൂടിയ ഒരു ഇനം മരമാണ്. ആ മരം കൊണ്ട് ഉണ്ടാക്കിയ ഫർണിച്ചറിന് ഭയങ്കര വിലയാണ്. രണ്ടാമത് തേക്ക്, പിന്നെ മഹാഗണി, അങ്ങനെ താഴേക്ക് വരും. പ്ലാവ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ മെറ്റൽ ഫർണിച്ചേഴ്സാണ് അടുത്ത സെക്ഷനിൽ വിലയുടെ റേറ്റ്. അപ്പോൾ ഇത് സാറ് വെറുതെ ഫർണിച്ചറിനെ കുറിച്ച് ഈ വാക്ക് വന്നപ്പോൾ സാറിന് ഇപ്പോൾ അടുത്തുണ്ടായ ഒരു അനുഭവം നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പം നമുക്ക് എഴുതുന്നതിലൊരു ഒരു വിരസത ഉണ്ടാവില്ല, ഒരു നർമ്മം കലർന്ന രീതിയിൽ നമുക്ക് എഴുത്ത് തുടരാം. ഓക്കെ, ഫർണിച്ചറിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ. ഫർണിച്ചറിൻ്റെ പ്ലൂരലും ഫർണിച്ചേഴ്സ് അല്ല, ഫർണിച്ചർ തന്നെയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ആൻഡ് ദാറ്റ് ടു വാസ് വെരി ലിറ്റിൽ. അതും ആ ഫർണിച്ചർ വളരെ ചീപ്പ് ഫർണിച്ചറായിരുന്നു. അതുമാത്രമല്ല, ഫർണിച്ചർ വളരെ കുറച്ച് അവർക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മൾ എഴുതിയത്. നമ്മളുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മാഗിയുടെ അമ്മയും ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ എന്താണെന്നാണ് ചോദ്യം. മനസ്സിലായോ? ആ സാഹചര്യങ്ങളാണ് നമ്മൾ വിവരിക്കുന്നത്. ഇനി അടുത്ത വാചകം എഴുതാം. ദ കാർപ്പറ്റ് വാസ് വെരി ഓൾഡ്. വാചകമാണ് കേട്ടോ, ഉത്തരത്തിൻ്റെ തുടർച്ചയാണ്. ദ കാർപ്പറ്റ് വാസ് വെരി ഓൾഡ് ആൻഡ് ടോൺ. ടോൺ എന്ന് വെച്ചാൽ കീറി പറഞ്ഞ എന്നാണ് അർത്ഥം. ദ കാർപ്പറ്റ് വാസ് വെരി ഓൾഡ് ആൻഡ് ടോൺ ഇൻ മെനി പ്ലേസസ്. എഴുതിയോ? ഓക്കെ. അപ്പോൾ കാർപ്പറ്റ് പല സ്ഥലങ്ങളിലും കീറിയിട്ടുള്ള കാർപ്പറ്റാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നതെന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വരി, ലാസ്റ്റ് വരിയാണ് കേട്ടോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ലാസ്റ്റ് വരിയാണ്. മാഗീസ് മദർ ബേക്ക്ഡ് കേക്ക്സ് and sold them for a living. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞോ? സാർ ഒരിക്കൽ കൂടി ആ സെൻറ്റൻസ് പറയാം, എഴുതി കഴിയാത്തവർ എഴുതിക്കോ. മാഗീസ് മദർ ബേക്ക്ഡ് കേക്ക്സ് ആൻഡ് സോൾഡ് ദെം ഫോർ എ ലിവിങ്. അതായത് മാഗിയുടെ അമ്മ കേക്കുകൾ ഉണ്ടാക്കിയിരുന്നു, എന്നിട്ട് അത് വിറ്റിരുന്നു. സോൾഡ് എന്ന് വെച്ചാൽ വിറ്റിരുന്നു. ഇതിനു വേണ്ടി ഒരു സാമ്പത്തികമായി കുറച്ച് നേട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കേക്ക് ഉണ്ടാക്കി വിൽക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയായിരുന്നു അവർ ജീവിച്ചിരുന്ന സാഹചര്യവും ചുറ്റുപാടും എന്നാണ് നമ്മൾ ഉത്തരത്തിൽ എഴുതുന്നത്. ചോദ്യം എന്താണ്? എന്തൊക്കെയാണ് മാഗിയുടെ ജീവിതത്തിലുള്ള ചുറ്റുപാട് അല്ലെങ്കിൽ മാഗിയുടെ അമ്മയുടെയും ജീവിതത്തിലുണ്ടായിരുന്ന ചുറ്റുപാട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾ എഴുതി കഴിഞ്ഞു. എല്ലാവരും എഴുതിയോ? ആൺകുട്ടികളുടെ സൗണ്ട് കേൾക്കാമല്ലോ. ഹലോ, ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞ കഥയൊക്കെ കേട്ടോ? ചെറിയൊരു ജീവിതത്തിലെ ഒരു സാഹചര്യം, ഒരു എക്സ്പീരിയൻസ് കേട്ടോ? ആൺകുട്ടികൾ കേട്ടോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം. വൈ ഈസ് സാറ്റർഡേ സ്പെഷ്യൽ ടു? അടുത്ത ചോദ്യം, വൈ ഈസ് സാറ്റർഡേ സ്പെഷ്യൽ ടു Maggie? Why is Saturday special to Maggie and her mother? Why is Saturday special to Maggie and her mother? എഴുതിയോ? എന്തുകൊണ്ടാണ്? ഒന്നുകൂടി ആവർത്തിക്കാം. Why is Saturday special to Maggie and her mother? എന്തുകൊണ്ടാണ് സാറ്റർഡേ സ്പെഷ്യൽ എന്ന്? മാഗിക്കും അമ്മയ്ക്കും എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ?
സാറ്റർഡേ ദിവസമാണ് മാഗിക്ക് പൈസ ലഭിച്ചിരുന്നത്, ജോലി ചെയ്തതിൻ്റെ പൈസ ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ അമ്മ കേക്ക് ഉണ്ടാക്കി വിറ്റിരുന്നത് എന്നാണ് സാറ്റർഡേ ആണ്. അപ്പം അന്ന് അവർക്ക് കുറച്ച് പൈസ കിട്ടുന്ന ദിവസമാണ്. അന്ന് സാറ്റർഡേ ദിവസം മാഗി ഹോട്ടലിൽ നിന്നും ലഞ്ച് കഴിക്കാറുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാറില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. നമുക്ക് ഉത്തരം എഴുതി വയ്ക്കാം. ഓക്കെ. സാറ്റർഡേ ഈസ് special to Maggie. Saturday is special to Maggie and her mother for two reasons. രണ്ട് കാരണങ്ങൾ കൊണ്ടാണെന്ന് മാഗിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും സാറ്റർഡേ സ്പെഷ്യലായിരുന്നു. നമുക്ക് തുടർന്ന് എഴുതാം. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ. അത് മാഗിയുടെ ശമ്പളം അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്ന ദിവസമാണ്. ഒരാഴ്ചത്തെ പൈസ കിട്ടുന്ന, വേതനം കിട്ടുന്ന ദിവസമാണ് സാറ്റർഡേ. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഓക്കെ. പേ ഡേ എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോട്ടെ. പേ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേതനം കിട്ടുന്ന ദിവസം എന്നാണ്. ഓക്കെ. എന്നിട്ട് കോമന്റ് എഴുതിക്കോളൂ. on which she can enjoy a meal in a restaurant. A meal in a restaurant. A meal in a restaurant എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ഹോട്ടലിലെ ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന ദിവസമാണ് റെസ്റ്റോറൻറ്റ്. മീൽ എന്ന് വെച്ചാൽ ആഹാരം, റെസ്റ്റോറൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഹോട്ടൽ. അപ്പോൾ അന്ന് ശമ്പളം കിട്ടുന്ന ഒരാഴ്ചയിലത്തെ വേതനം കിട്ടുന്ന ദിവസമായതുകൊണ്ട് അന്ന് അവൾക്ക് ഒരു ഊണ് അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാം. വേതനം കിട്ടുന്നതുകൊണ്ട്, വേതനം എന്ന് വെച്ചാൽ പൈസ, നമ്മൾ ആഴ്ച ജോലി ചെയ്തതിൻ്റെ പൈസ അത് കിട്ടുന്നതുകൊണ്ട് അന്ന് അവർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരി എഴുതാം. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി. ഫെസ്റ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവം എന്നാണ് അർത്ഥം വരുന്നത്. ഫെസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഉത്സവം എന്നാണ് അർത്ഥം വരുന്നത്. ഫെസ്റ്റിവിറ്റി സ്പെല്ലിംഗ് പറഞ്ഞുതരാം. FESTIVITY. ഫെസ്റ്റിവിറ്റി എഴുതിയോ? ഹലോ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി in neighborhoods. എഴുതിയോ? ഇൻ നെയ്ബർഹുഡ്സ് എഴുതി. അപ്പോൾ ഈ നെയ്ബർഹുഡ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇൻ നെയ്ബർഹുഡ്സ് ഹു ആർ പുവർ എന്ന് എഴുതിക്കോ. ഹു ആർ പുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രർ എന്നാണ് വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഇൻ ദ നെയ്ബർഹുഡ്സ് ഹു ആർ പുവർ. ലൈക്ക് ലാംബത്ത് എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ്. ഇൻ ദ നെയ്ബർഹുഡ്സ് ഹു ആർ പുവർ ലൈക്ക് ലാംബത്ത്. എഴുതിയോ? ഹലോ. എഴുതിയോ? അപ്പോൾ ലാംബത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ചുറ്റുപാടുള്ള ദരിദ്രരായ കുടുംബങ്ങൾ ശനിയാഴ്ച ദിവസങ്ങൾ അവർക്കൊരു ആഘോഷമാണ്. കാരണം അവർക്ക് എല്ലാവർക്കും അന്ന് വേതനം കിട്ടുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് എഴുതാം. ഇറ്റ് ഈസ് എ ഡേ when the poor are poor എന്ന് വെച്ച് കഴിഞ്ഞാൽ ദരിദ്രരായവർ. poor are able to
able to spend a little, spend a little as they receive their wages, എഴുതിയോ? ഓക്കെ, ആസ് ദേ റിസീവ് ദെയർ വേജസ്. ഓക്കെ, ഹാരിസ് ആണല്ലോ അല്ലേ ഇപ്പം പ്രസൻ്റ് ആയത് അല്ലേ? ഹാരിസ്, ഹലോ. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നാളോട്ട് വഴുകരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത വരി നമുക്ക് എഴുതാം. Maggie's mother bakes cakes and sells them. On Saturdays. പറഞ്ഞുതരാം സാറ്, പറഞ്ഞുതരാം, എഴുതിക്കോളൂ. Maggie's mother bakes cakes and sells them on Saturdays. എഴുതിയാ? Okay. And that is how they make a living. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതു. So Saturday is special. To both of them. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഒന്നുകൂടി പറഞ്ഞുതരാം. Maggie's mother bakes cakes and sells them on Saturdays, and that is how they make a living. അവിടെ വരെ എഴുതിയാ? അടുത്ത വരി. So Saturday is special. Saturday is special to both of them. എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരവും മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായില്ലേ? ഹലോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടാട്ടാ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. How did Mr. Gupta describe India? How did Mr. Gupta describe India to Mrs. Clifford? How did Mr. Gupta describe India to Mrs. Clifford?
എഴുതിയോ? ഓക്കെ. എങ്ങനെയാണ് മിസ്റ്റർ ഗുപ്ത ക്ലിഫോർഡിനോട് ഇന്ത്യയെക്കുറിച്ച് വിവരിച്ചത് എന്നാണ്. ഇന്ത്യയെക്കുറിച്ച് അവർ ധരിച്ചിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പനികളുടെയും പാമ്പുകളുടെയും പുലികളുടെയും നാടാണ് എന്നാണ് തെറ്റിദ്ധരിച്ചത് കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ അങ്ങനെയല്ല എന്നാണ് മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫോർഡിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അപ്പോൾ ഉത്തരം എഴുതിക്കോളൂ. മിസ്റ്റർ ഗുപ്ത said that India was a beautiful country. India was a beautiful country. Full stop ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. It is not cold like England. It is not cold like England. Comma ഇട്ടിട്ട് but is somewhat hot. എഴുതിയോ? ഒരു വരി ഒന്നുകൂടി പറഞ്ഞുതരാം. മിസ്റ്റർ ഗുപ്ത said that India was a beautiful country. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. It is not cold like England but is somewhat hot. എന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇന്ത്യ വളരെ മനോഹരമായ രാജ്യമാണെന്നും ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ അത്ര തണുപ്പ് ഉള്ള രാജ്യമല്ലെങ്കിലും നല്ല മനോഹരമായ രാജ്യമാണെന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞത്? മിസ്റ്റർ ഗുപ്ത പറഞ്ഞത്. എന്നിട്ട് അടുത്ത വരി എഴുതാം. നമുക്ക് അടുത്ത വരി എഴുതാം. ഹലോ, അടുത്ത വരി എഴുതാം. ഓക്കെ. Of course there are tigers. And snakes in India. Of course there are tigers and snakes in India, but they live in the jungles. എഴുതിയോ? ഓക്കെ. അപ്പോൾ ഇതോടെ പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാലേ ഇന്ത്യയിലെ ഒരുപാട് പുലികളും പാമ്പുകളും ഉണ്ടെന്നല്ലേ കരുതിയിരുന്ന ആരെയും മിസ്സസ് ക്ലിഫോർഡ്. അപ്പോൾ മിസ്റ്റർ ഗുപ്ത പറയാണ് ഇന്ത്യയിൽ പുലികളും പാമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവ കാട്ടിലാണ് എന്നാണ് പറയുന്നത്. അത് പറഞ്ഞപ്പോഴാണ് സാറിന് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇന്ന് ഇവിടെ പണിക്ക് ഒരു ചേട്ടൻ വന്നിരുന്നു. പണിക്ക് എന്ന് വെച്ചാൽ ചാല് വൃത്തിയാക്കാനും പറമ്പ് വൃത്തിയാക്കാനും ഒക്കെ. സാറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചാല. ആ ചാല് വൃത്തിയാക്കുമ്പോഴൊക്കെ വല്ല പാമ്പുണ്ടാവുമോ എന്നുള്ളൊരു ഭയം സാറിനുണ്ടായിരുന്നു. കാരണം വെള്ളം ഇങ്ങനെ ഒലിച്ച് വരുമ്പോഴേ പാമ്പ് ഈ പാറക്കെട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവോ എന്നൊരു ഭയം സാറിനുണ്ടായിരുന്നു. പക്ഷേ സാറ് പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് നോക്കി പണി ഒക്കെ നോക്കി ചെയ്യാനായിട്ട്. അപ്പോൾ അദ്ദേഹം അത് തരം പോലെ നോക്കി ചെയ്തു. കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ പണിക്ക് ഒരാൾ വന്നപ്പോൾ പറമ്പിൽ ഈ പാറക്കെട്ടിൻ്റെ ഇടയിലൊക്കെ പാമ്പിൻ്റെ ഒരു 2-3-4 മുട്ട ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പാമ്പിനെ കുറിച്ച് ഈ ഉത്തരത്തിൽ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നതിലൊരു വിരസത കുറയുവാനും ചെറിയൊരു ഐഡിയ കിട്ടുവാനും കൂടിയിട്ടാണ് സാർ അങ്ങനെ പറഞ്ഞത്. പാമ്പുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പുകൾ 2 ടൈപ്പാണ്, മെയിൻലി 2 ടൈപ്പാണ്, ന്യൂറോടോക്സിക്കും ഹീമോടോക്സിക്കും. പാമ്പിൽ നിന്നും വരുന്ന വനത്തിനെ അല്ലെങ്കിൽ ആ വിഷത്തിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂറോടോക്സിക്കും ഹീമോടോക്സിക്കായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ന്യൂറോടോക്സിക് എന്ന് പറയുന്നത് ഞാടിഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിലുള്ള വിഷമാണെങ്കിൽ അത് കോബ്ര ഇനത്തിലുള്ള
പാമ്പുകൾക്കാണ് ക്വൈറ്റായിട്ട് അതിനുള്ളത് ന്യൂറോടോക്സിക് വെനമുള്ളത്. ഹിമോടോക്സിക് എന്ന് പറയുന്നത് വൈപ്പർ ഇനത്തിലുള്ള പാമ്പുകൾക്കാണ് അത്തരം വിഷം ഉള്ളത് എന്ന കാര്യം കൂടി വെറുതെ നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഇൻഫർമേഷൻ ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് പോകണമെന്നേ ഉള്ളൂ. അപ്പോൾ ദേ ലിവ് ഇൻ ജംഗിൾസ് വരെയല്ലേ നമ്മൾ എഴുതി നിർത്തിയത്? ഹലോ, ഓക്കെ. അടുത്ത വരി നമുക്ക് എഴുതാം. If they came into the places where the people live, they get killed. എഴുതിയോ? They get killed. ഓക്കെ. നമുക്ക് അടുത്ത വരി എഴുതാം. There are fevers. ഫീവേഴ്സ് എന്ന് വെച്ചാൽ പനികൾ. ഇവിടെ ഉദ്ദേശിച്ചുള്ള പകർച്ചവ്യാധികളാണ് കേട്ടോ. പകർച്ചവ്യാധികൾക്ക് മറ്റൊരു പേരാണ് എപ്പിഡമിക്. പിന്നെ ഭയങ്കരമായ എന്താ പറയുക, ദുരന്തത്തിന് തുല്യമായ പകർച്ചവ്യാധിക്കാണ് ഞാൻ പാൻഡമിക് എന്ന് പറയും. ഇപ്പോൾ മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ഓക്കെ. There are fevers in some places in India. ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. But they differ with places and seasons. എഴുതിയോ? സാർ ഒരിക്കൽ കൂടി ആ രണ്ട് ലൈൻ ഒരിക്കൽ കൂടി പറയാം, രണ്ട് വാചകങ്ങൾ ഒരിക്കൽ കൂടി പറയാം. There are fevers in some places in India. അടുത്ത വരി, but they differ with the places and seasons. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പനികളുണ്ട്, പക്ഷേ അത് സ്ഥലങ്ങളും അതുപോലെ തന്നെ ക്ലൈമറ്റും അനുസരിച്ച് മാറും എന്നാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ സ്ഥലങ്ങളിൽ മാറും. ഇപ്പോഴും പനികളൊന്നും ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇല്ല എന്നാണ് ആര് സൂചിപ്പിച്ചത്? നമ്മുടെ മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫോർഡിനോട് സൂചിപ്പിച്ചത്. മനസ്സിലായല്ലോ? ഹലോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ആൺകുട്ടികളുടെ ശബ്ദം കേൾക്കാമല്ലോ. പെൺകുട്ടികൾ മാത്രം എപ്പോഴും ആക്റ്റീവായിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യണത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണത്. ഹലോ, ആൺകുട്ടികൾ അവിടെ ഇല്ലേ? ഷാമിൽ, ഋതിക്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് 3 ചോദ്യങ്ങൾ എഴുതിയില്ലേ? ഓക്കെ. 3 ചോദ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം അടുത്ത ക്ലാസ്സിൽ എഴുതിയാൽ മതിയോ? അതെ, മതി. നമ്മൾ ആകെ എത്ര ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്? 14 ചോദ്യം എഴുതിയിട്ടില്ലേ? ഓക്കെ. ഇനി അറ്റൻഡൻസ് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്യാട്ടോ. വരാത്തവരുടെ പേരൊന്ന് വിളിക്കാം. അപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാലോ. അവർ വന്നിട്ടില്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാനാണ് വിളിക്കണത്. അപ്പോൾ ആരും ഇപ്പോൾ ലെഫ്റ്റ് ആവരുത്. ഞാൻ പറയുമ്പോൾ ലെഫ്റ്റ് ആയാൽ മതി. ഞാനിപ്പോൾ വിളിക്കണത് OFEയിലെ ആബ്സെൻറ്റീസ് ആളുകളുടെ പേരാണ് കേട്ടോ. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടുണ്ട് സാറെന്ന് ഉറക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ സാർ അറ്റൻഡൻസ് പ്രസൻറ്റ് മാർക്ക് ചെയ്യാം. അഭിഷേക് ഷിഹാസ് ആബ്സെൻറ്റ്, ആദിൽ PY ആബ്സെൻറ്റ്, അഫ്സൽ ആബ്സെൻറ്റ്, അജിത് AV ആബ്സെൻറ്റ്, അൽകേഷ് ആബ്സെൻറ്റ്, അമീൻ KH ആബ്സെൻറ്റ്. നിയാസ് പ്രസൻ്റ് ആണോ? ഇടയ്ക്ക് എപ്പോഴോ എൻ്റർ ആയത് സാർ ശ്രദ്ധിച്ചു. നിയാസ് പ്രസൻ്റ് ആണോ? റേഞ്ച് കട്ടായതുകൊണ്ടായിരിക്കാം. നഫീം, മുഹമ്മദ് നഫീം ആബ്സെൻ്റ് ആണോ? പ്രസൻ്റ് ആണോ? ഇല്ല. നിയാസ് ഞാൻ ആബ്സെൻ്റ് മാർക്ക് ചെയ്യാണ് കേട്ടോ. സായൂജ് ആബ്സെൻ്റ്, ഷഹിൻ ഷാ ആബ്സെൻ്റ്, ശ്രീജ PV ആബ്സെൻ്റ്. ഇത് ഞാൻ പേര് വിളിച്ച ആരെങ്കിലും പേരാരെങ്കിലും ഉണ്ടോ? ഞാൻ വിളിച്ച സമയത്ത് പേര് ആരെങ്കിലും പ്രസൻ്റ് ആണോ? അല്ലല്ലോ. ഓക്കെ. അപ്പോൾ OFEയിലെ പ്രസൻറ്റ് സാർ എടുത്തു.
ആദിത് പ്രസന്റ് ആണോ ക്യാപ്പില്? അല്ല. ദിൽഷാദ് ആബ്സെന്റ്. അമീന ആബ്സെന്റ്. എറിൻ ആബ്സെന്റ്. ജെനിൽ ആബ്സെന്റ്. മെഗ്നിൽ ആബ്സെന്റ്. ഹാഷിർ ആബ്സെന്റ് ആണോ? ഹാഷിർ. മുഹമ്മദ് സിനാൻ ആബ്സെന്റ്. നന്ദന ആബ്സെന്റ്. നന്ദന പ്രസന്റ് ആണോ? ഇല്ല. ഋതുൽ പ്രസന്റ് ആണോ? ഋതുൽ സാധാരണ ഋതുൽ പ്രസന്റ് ആവാറുണ്ടല്ലോ. ഓക്കെ. സഞ്ജയ് PS ആബ്സെന്റ്. സൗരവ് ആബ്സെന്റ്. ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ മുടങ്ങിയിട്ടുണ്ടല്ലോ. പതിവിൽ കവിഞ്ഞ് ഒരുപാട് വിദ്യാർത്ഥികൾ മുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു, നമ്മുടെ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറ്റൻഡൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദയവ് ചെയ്ത് വിദ്യാർത്ഥികൾ മുടങ്ങരുത്. ഇപ്പം നമ്മൾ ഈ അറ്റൻഡൻസ് നിങ്ങളുടെ പാരൻസ് ഗ്രൂപ്പിൽ ഇടാൻ പോകുകയാണ്. ഓരോ ദിവസം അറ്റൻഡൻസ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയ വിദ്യാർത്ഥികൾ മുടങ്ങരുത്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് 60ഓളം വിദ്യാർത്ഥികൾ 2 ഗ്രൂപ്പും കൂടിയിട്ട് OFയും ക്യാപ്പും കൂടിയിട്ട് 65ഓളം വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം ഇന്ന് ഒരു 12 പേരൊക്കെ മുടങ്ങിയിട്ടുണ്ട്. അത്ര അധികം ആബ്സെൻറ്റീസ് പാടില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ. കൂട്ടുകാരോട് പറയണം സ്ഥിരമായിട്ട് മുടങ്ങുന്നത്. ശരി. ആരുള്ളത്? സഫാൻ ഏതിലാണ്? OFയിൽ. ഒരു മിനിറ്റ്. അപ്പം എന്താ നേരത്തെ പറയേണ്ടിരുന്നത്? ഓക്കെ കുഴപ്പമില്ല. സഫാൻ ഞാൻ പ്രസന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞോളൂ, മുടങ്ങാൻ പാടില്ല, ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞോളൂ കേട്ടോ. കൂട്ടുകാരോട് കേട്ടോ, മറക്കരുത്. ഓക്കെ. അപ്പോൾ ഇനി സാറിന് പ്രത്യേകമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും സാറ് ഓൺലൈനിലെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇന്ന് ഓൺലൈനിൽ വെച്ചാൽ പഴയത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. പഴയ വീഡിയോ ആണ് ഷൂട്ട് ചെയ്തത് ഇടുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ. ആ ക്ലാസ് ഡിബേറ്റിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയ ഒരു സൗണ്ട് ഡിസ്ട്രാക്ഷൻ സാറിനുണ്ടായി. സാറിൻ്റെ വീട്ടിൽ വെള്ളം വരുന്നൊരു സൗണ്ട് ടാപ്പിൽ, അതായത് ഈ പഞ്ചായത്ത് കണക്ഷൻ്റെ വെള്ളം വരുന്ന സൗണ്ട്, എയർ വരുന്ന സൗണ്ട് കുറച്ചുണ്ടായിട്ടുണ്ട്. എങ്കിലും ക്ലാസ് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. കേൾക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുള്ളത് ഉറപ്പാണ്. കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഡിബേറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻ 4 മാർക്കിന് എപ്പോഴും നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഇന്ന് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള ആ ഡിബേറ്റ് പാറ്റേൺ ക്വസ്റ്റ്യനും പഠിക്കണമെന്ന് സാർ വീണ്ടും ആവശ്യപ്പെടുകയാണ്. ദയവ് ചെയ്ത് അത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് സാറ് ഇട്ട് തരുന്നത്. ദയവ് ചെയ്ത് നിങ്ങളത് പഠിക്കണം കേട്ടോ. പഠിക്കുന്നില്ലേ? ഹലോ. 20 മിനിറ്റൊക്കെ ക്ലാസ് ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ. അത് പാറ്റേൺ ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിന് കഴിഞ്ഞ കൊല്ലവും വന്നു, എല്ലാ കൊല്ലം ആവർത്തിച്ച് വരും. അതായത് പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ നിന്ന് നല്ല ശതമാനം മാർക്ക് വരും. അപ്പോൾ ദയവ് ചെയ്ത് അതുപോലെ സാർ ഇടുന്ന ഇമെയിൽ പാറ്റേൺ, അതുപോലെ തന്നെ ഫോമൽ ലെറ്റർ, ലെറ്റർ ടു എഡിറ്റർ, പ്രസി റൈറ്റിംഗ്, കോംപ്രിഹെൻഷൻ പാസേജ്, എഡിറ്റ് ടു ദ പാസേജ്, കോൺവെർസേഷൻ മോഡൽ ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ളതൊക്കെ ആവർത്തിച്ച് പഠിക്കണമെന്ന് പ്രത്യേകമായിട്ട് പറയണം. ഇന്നിട്ടുള്ളത് ഡിബേറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് റെസ്പോണ്ട് ചെയ്ത സാറിന് സന്തോഷമാവും. കേൾക്കുന്നുണ്ടോ? ഓക്കെ. വെരി ഗുഡ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് ബ്രേക്ക് ചെയ്യാം. ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം നമുക്ക് ക്ലാസ്, അടുത്ത ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണയുള്ള ടൈം ടേബിൾ പ്രകാരം ഇനി വ്യാഴാഴ്ചയല്ലേ ഉള്ളത്, വ്യാഴാഴ്ച ക്ലാസ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ലെഫ്റ്റ് ആവാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം.